അപ്പൊ നമ്മുടെ പുതിയ ഷോർട്ട് ഫിലിം തുടങ്ങായി. ഷോർട്ട് ഫിലിം തുടങ്ങാം. ഈ നവംബർ മാസം നമ്മുടെ മധുരമുട്ടയുടെ ഷോർട്ട് ഫിലിം കണ്ടില്ലെന്ന് ഞങ്ങൾക്ക് വിഷമം ഉണ്ടല്ലോ. അപ്പോ നമ്മളെല്ലാവരും അതിന്റെ അകത്ത് ക്യാരക്ടേഴ്സ് ഉണ്ട്. പുതിയ 2 ക്യാരക്ടേഴ്സ് കൂടി ഉണ്ട് കേട്ടോ അതിന്റെ അകത്ത്. നമ്മള് കഥ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും പറ്റിയ നല്ലൊരു കഥയാണ്. അപ്പോ ഇതിനകത്ത് ത്രൂ ഔട്ട് നമ്മളുടെ ദാസൻ ത്രൂ ഔട്ട് ഉണ്ട്. ദാസ് ആ കഥയെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്ക് ജനങ്ങൾക്ക് വേണ്ടിട്ട്. പ്രേക്ഷകരെ, ഞാൻ സത്യത്തിൽ ആ കഥ കേട്ടിട്ട് എന്താ പറയാ, എന്നെ തന്നെ മറന്നുപോയി അത് ആലോചിച്ചിട്ട്. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് ഒരു മെസ്സേജാണ് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണണം, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നമുണ്ട്, എന്താ അറിയോ, ചെറിയ കാര്യം കണ്ടാവില്ല കുട്ടികൾ പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് പോകും. അല്ലേ? നിസ്സാര കാര്യം മതി. അപ്പൊ ജസ്റ്റ് ഒരു മെസ്സേജ് കുട്ടികൾക്ക് കൊടുക്കാമോ? നമ്മുടെ ഈ കഥയിൽ എന്താണ് മെസ്സേജ് പറയുന്നത് ഒന്ന് പറയാമോ? ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് വളരെ ചെറിയ പിള്ളേർക്ക് പോലും പെട്ടെന്ന് ചെറിയൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും അതിനെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ആത്മഹത്യയിലേക്ക് തിരിയുന്ന ഒരു സമീപനം, അതിന് എതിരെ ഒരു മെസ്സേജാണ് നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആത്മഹത്യ പോലെ തന്നെ അവിടെ പ്രകൃതിയെ കുറിച്ച് പറയുന്നുണ്ടല്ലേ, ഒന്ന് പറയാമോ? പ്രകൃതിയെ കുറിച്ച് പറയാമോ? നമ്മുടെ പ്രകൃതി നമ്മൾ തന്നെ സംരക്ഷിച്ചാൽ തന്നെ നമുക്ക് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിനെ സംരക്ഷിക്കാണ്ട് എല്ലാം വെട്ടി നശിപ്പിച്ചും ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് നമ്മൾ അതും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. പ്രകൃതിനെ നിലനിർത്തിയാലാണ് നമ്മുടെ മഴ അങ്ങനത്തെ കാര്യങ്ങൾ പ്രകൃതിയിൽ കൂടിയാണ് എല്ലാം നടക്കുന്നത്. അത് നമ്മുടെ പിള്ളേർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണത്. അതിന്റെ കൂടെ ഒരു സമയമാണ് നമുക്കിത്. അപ്പോൾ നമ്മുടെ കഥയുടെ പേര് പുതിയ തുടക്കം എന്നാണ്. ഈ നവംബർ ലാസ്റ്റ് വീക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, കമന്റുകൾ അയക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി നന്ദിയോടെ മധുരമുട്ടായുടെ 21ാമത്തെ ഷോർട്ട് ഫിലിമിന് വേണ്ടി കാത്തിരിക്കുക. എല്ലാവർക്കും താങ്ക് യു.